വയനാട് സീറ്റ് ഉപേക്ഷിക്കാനുള്ള തീരുമാനം വരാനിരിക്കെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ എടവണ്ണയിലെ പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചു. വിശദാംശങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് ചേരുകയാണ്. പക്ഷേ സ്വാലിഹ്, വയനാട് ലോക്സഭാ മണ്ഡലം ഉപേക്ഷിച്ച് റായ്ബറേലിയിലേക്ക് പോകുന്നു, അവിടമായിരിക്കും പ്രതിനിധീകരിക്കുക എന്നുള്ള വിവരം, എന്നുള്ള ഏതാണ്ടൊരു തീരുമാനത്തിലേക്ക് പോകുന്ന കാര്യം രാഹുൽ ഗാന്ധി ഈ യോഗത്തിൽ അവതരിപ്പിച്ചില്ല അല്ലേ? ശരത്, തീർച്ചയായും മണ്ഡലം ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനം രാഹുൽ ഗാന്ധി പറയുന്നില്ല. അതേസമയം വയനാട് ഉപേക്ഷിച്ചേക്കുമെന്ന ഒരു സൂചന ഈ പ്രസംഗത്തിൽ നൽകുന്നുമുണ്ട്. എന്ത് തീരുമാനമെടുത്താലും അത് വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. താൻ ധർമ്മസങ്കടത്തിലാണ്. റായ്ബറേലിയും വയനാടും ഒരുപോലെ തനിക്ക് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ചോദിക്കുകയാണ്, എന്ത് തീരുമാനമെടുക്കണമെന്നത് ജനങ്ങളോട് ചോദിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ പ്രസംഗത്തിലുടനീളം പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചുള്ള പ്രസംഗമായിരുന്നു. തനിക്ക് ഉപദേശം നൽകുന്നത് ജനങ്ങളാണ്, അതേസമയം ദൈവങ്ങളല്ല, താൻ ജൈവികമായി ഉണ്ടായ മനുഷ്യനല്ല എന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. തനിക്ക് അത്തരത്തിലുള്ള സിദ്ധികളൊന്നും ഇല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിന്റെ തുടർച്ചയായാണ് ഈ മണ്ഡലം മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്ന് രാവിലെ എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം വലിയ ആവേശം ഇത്തവണയും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ആവേശത്തിൽ സ്വാലിഹ, ഇത്തവണ ബലൂണുകളല്ല കണ്ടത്, പതിവ് പോലെ കോൺഗ്രസ് ലീഗ് കൊടികളൊക്കെ വീണ്ടും ഉയർന്നു അല്ലേ? തീർച്ചയായും ഈ വിജയത്തിന് ശേഷം ഈ കൊടികളെല്ലാം തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാകകൾ ഈ റോഡ് ഷോയിൽ ഉടനീളം കാണാൻ കഴിഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും എല്ലാ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞ് ആണ് ഈ പ്രസംഗം തുടങ്ങുന്നത്. അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവ് എന്ന തരത്തിലുള്ള പ്രസംഗമാണ് നടത്തിയത്. ഏതായാലും കൊടികൾ കൂടി തിരിച്ചെത്തിയത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയായിരുന്നു. ശരി സ്വാലിഹ, ഈ ഇത്തവണ കണ്ട രാഷ്ട്രീയമായ ഒരു കൗതുക കാഴ്ച തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടികൾ ഉപേക്ഷിച്ച് ബലൂണിലേക്ക് മാറിയ UDF അല്ലെങ്കിൽ ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം ഇത്തവണ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പതിവ് പോലെ പഴയതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാറ്റിവെച്ച കൊടികളൊക്കെ വീണ്ടും എടുത്തുയർത്തി എന്നതുകൂടി എടവണ്ണയിൽ കാണാനിടയായി. പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലം ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒഴിയുന്നു എന്ന കാര്യം അദ്ദേഹം ഈ യോഗങ്ങളിൽ ആ രീതിയിൽ അതേക്കുറിച്ചുള്ള സൂചനകളോ വിവരങ്ങളോ നൽകിയില്ല എന്നതും പ്രധാനമാണ്.